സ്തോത്രം. പരമപിതാവിനെ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാഖിലവും നീക്കിടുന്നു. പരമപിതാവിൻ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയതാ. പരമപിതാവിൻ സ്തുതി പാടാം. അമ്മയെപ്പോൽ നമ്മെ ഓമാനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയം ഏകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിൻ സ്തുതി പാടാം. കോടുകളെ കൂടെ കോടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നീലം പരിചായി നാം നാശിച്ചിടാതെ. പരമപിതാവിൻ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടമോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിൻ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 49 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. സകല ജാതികളും ആയുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളും ആയുള്ളവരെ ചെവിക്കൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്നു, എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മെപ്പോലെ കഴിഞ്ഞ രാത്രികാലം ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മെയും നമ്മുടെ കൂടെയുള്ളവരെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലൂടെ വായിച്ചു കേട്ടതുപോലെ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനായിട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവസരം ദൈവം തന്നിരിക്കുന്നു. അത് സാമാന്യ ജനവും കേൾക്കണം, ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. ഹല്ലേലൂയ, ആമേൻ. ആവർത്തന പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ, കൽപ്പനകൾ കേട്ടനുസരിക്കുന്നവൻ ഭാഗ്യവാൻ.
128 സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിൽ കാണുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അത് അനുസരിക്കുന്നവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പൊ നാം ഈ ലോകത്തിൽ ഭാഗ്യവാനായി തീരണം എങ്കിൽ ദൈവം തന്നിരിക്കുന്ന വചനങ്ങളും കൽപ്പനകളും വായിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവത്തിന്റെ വചനങ്ങൾ എൻ്റെ വായി ജ്ഞാനം പ്രസ്താവിക്കുക, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ അല്പബുദ്ധികളെ അത് ജ്ഞാനിയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നാം പ്രഭാതത്തിൽ ഉണർന്ന് ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ അന്വേഷിക്കുന്നു. ദൈവം പറയുന്നത് നാം ബുദ്ധിമാനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണ് ദൈവം ബുദ്ധിമാനെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മനുഷ്യർ അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ലോക മനുഷ്യർക്ക് പറയുവാനും പ്രശംസിക്കുവാനും ഉള്ളത് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളും നശിച്ചു പോകുന്ന. ഹല്ലേലൂയ. ആമേൻ. പാട്ടുകാരൻ പാടിയതുപോലെ, വായിൽ പൂ പോലെ വാടും ജീവിതമോ നശ്വരം. ഹല്ലേലൂയ. അപ്പൊ ഈ നശിച്ചു പോകുന്ന ജീവിതത്തെ കുറിച്ച് ലോകമനുഷ്യർ പ്രശംസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതലിന് പ്രത്യാശയ്ക്കും പ്രശംസിക്കുവാനും വകയുള്ളത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തന്റെ പാപങ്ങൾ കാൽവരി ക്രൂശിൽ, ഹല്ലേലൂയ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശു കർത്താവ് ദൈവമായിരിക്കെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ, പ്രിയ സ്നേഹിത, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം കാൽവരി ക്രൂശി യാഗമായത്, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവമായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കും. ഹല്ലേലൂയ. ആമേൻ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, എന്നാൽ മറ്റൊരു ഭാഗത്ത് പഠിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. അപ്പൊ നാം ദൈവത്തെ ഭയത്തോടെ ജീവിക്കണം. ദൈവഭയത്തോടെ ദിനംതോറും ദൈവവചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക. നാം ഈ പാപം നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദിനംതോറും ശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനായി ഒരുങ്ങുക. പ്രിയരേ, മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ. എന്നാൽ ദൈവം ദാനമായി നൽകിയ ആത്മാവ് മരിച്ച് നിത്യജീവനിലേക്ക് എത്തിച്ചേരണം എങ്കിൽ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒരു പൂജകളോ കർമ്മങ്ങളോ ഒന്നുകൊണ്ടും മനുഷ്യന്റെ ആത്മാവിനെ നിത്യജീവനിൽ എത്തിക്കാൻ കഴിയുകയില്ല. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ കൽപ്പനകളായ പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ആ മാനസാന്തരപ്പെട്ട വ്യക്തി യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് തുടർന്ന് മരിക്കുന്നത് വരെയും, ഹല്ലേലൂയ, ആമേൻ, ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അന്യഭാഷയിൽ ആരാധിച്ച് ദിനം തോറും ആത്മീക വർധന വരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ ഒന്നാമത്തെ മരണം നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ഒന്നാമത്തെ മരണം. അടുത്ത രണ്ടാമതായി നാം ചെയ്തതായ സകല പാപങ്ങൾക്കും ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുപ്പാൻ കർത്താവിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ആയതിനാൽ നാളുകളിൽ
ജീവിതങ്ങളിലെ കുറവുകൾ ഈശോയോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രിയമക്കളായി ആ നിത്യജീവന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദിനംതോറും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഒരുങ്ങാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, അപ്പാ ഒരിക്കൽ കൂടി അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഇതുവരെ കാണാത്തതായ ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു അവസരം കൂടെ തന്നത്, ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനാണെന്ന് അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകളെല്ലാം വാസ്തവമായി ക്ഷമിക്കണപ്പ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ. യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ദിനംതോറും യേശുവിനോട് കൂടെ ആയിരിക്കാൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന വചനം പോലെ കർത്താവേ, ദിനംതോറും യേശുവിനോട് പറ്റിച്ചേർന്നായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ കർത്താവേ. അങ്ങയുടെ മാറിൽ ചാരി ഓരോ ദിനവും മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണപ്പ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ, ഹല്ലേലൂയ, കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ പട്ടിണിയോ എന്തു തന്നെ വന്നാലും ഹല്ലേലൂയ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിരിയാതെ യേശുവിൻ്റെ മാർവിൽ ചാരി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തക്കണം ഞങ്ങളെ സഹായിക്കണപ്പ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. അതാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പ. വിവിധ വിഷയത്തോടെ ഭാരത്തോടെ നിരാശയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, എൻ്റെ യേശു കർത്താവ് ശ്രദ്ധയോട് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണപ്പ. കർത്താവേ, മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഹല്ലേലൂയ എവിടെ പോയാൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുമെന്ന് ഹല്ലേലൂയ ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നല്ലോ നാഥ. യേശുവ പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്നറിൽ ചെയ്ത ആ യേശുവിൻ്റെ സമാധാനത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ നിറയ്ക്കണം. സ്വർഗത്തിലെ ഭൂമിയിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ അങ്ങ് നിറയ്ക്കണമേ. രോഗികളായി പലവിധമായ ഹല്ലേലൂയ ചികിത്സകൾ ചെയ്തിട്ടും ഒട്ടും ഭേദം വരാതെ ഹല്ലേലൂയ അമ്മേ ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ അപ്പ. കർത്താവേ, ജീവിതത്തിലെ പാപം കാരണം വന്നുപോയ രോഗമാണെങ്കിൽ കർത്താവെ വാസ്തവമായത് ക്ഷമിക്കണപ്പ, ക്ഷമിക്കണമേ, ക്ഷമിക്കണം നാഥ. യേശുവിൻ്റെ രക്തത്താൽ വചനത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവെ. 4 പേർ ചുമന്ന് ഒരു പക്ഷപാത രോഗി യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ, മകനെ ഭയപ്പെടേണ്ട, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവെ, ആ നിമിഷം അവൻ സൗഖ്യം പ്രാപിച്ച് തുള്ളിയും ചാടി ദൈവത്തെ ആരാധിച്ചതുപോലെ ജീവിതത്തിന്റെ സകല പാപവും ക്ഷമിച്ച് രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണപ്പ. അല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ് എങ്കിൽ ഹല്ലേലൂയ അതിനുള്ള ദൈവകൃപ പകരണമേ കർത്താവേ. ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അത്രേ എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ കർത്താവേ നാഥാ, ഒരത്ഭുത സാക്ഷിയായി യേശു കർത്താവിനെ സൗഖ്യമാക്കി എന്ന അത്ഭുത സാക്ഷ്യമായി തീരുവാൻ അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് എങ്കിൽ കർത്താവേ, അപ്പൊ ഈ പരീക്ഷാഘട്ടം തരണം ചെയ്യുവാൻ ആവശ്യമായി ദൈവകൃപ പകരണമേ കർത്താവ്. പറഞ്ഞാൽ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അരുളി ചെയ്ത കർത്താവേ നാഥാ, അപ്പ ഈ രോഗാവസ്ഥകളെല്ലാം തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ പകരണപ്പ. കേടായ ശരീരഭാഗങ്ങളെ മാറ്റി ഒരു ഓപ്പറേഷന് കൂടാതെ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ പുതിയ ശരീരഭാഗം വച്ചുപിടിപ്പിക്കാൻ അങ്ങ് ശക്തനായിരിക്കുക. സ്തോത്രം. ഈ അഖിലാണ്ടത്തെ മുഴുവനും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച കർത്താവിന് ഒന്നും അസാധ്യമല്ലല്ലോ നാഥ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അരുളി ചെയ്ത കർത്താവേ,
അപ്പൊ ആ പ്രിയ മക്കൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ യേശു സൗഖ്യദായകനാണെന്ന് വിശ്വസിപ്പാൻ, യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. സകല ജനത്തെ നിത്യജീവന് വേണ്ടി ഒരുക്കണപ്പാ കർത്താവെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് അവരുടെ ജീവിതത്തിന് സന്തോഷത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനും യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ. അനുഗ്രഹിക്കണമേ, മാനിക്കണപ്പാ. രക്തത്താൽ എല്ലാവരെയും മുദ്രയിട്ട് കാക്കണപ്പാ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കയില്ല എന്നരളി ചെയ്ത കർത്താവേ, കുടുംബമായി സകലരും യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ. അനുഗ്രഹിക്കും, മാനിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. അമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഹാപ്പി ന്യൂ ഇയർ. അമേൻ.